ഹലോ എവ്രി വൺ. സോ ഈയിടെ നടന്ന നമ്മുടെ നീറ്റ് എക്സാംസിലെ ഏറ്റവും മോസ്റ്റ് ടഫ് എക്സാം ആണ് നീറ്റ് 2025 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ആ എക്സാമില് ബ്രില്യന്റിനും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന് മൊത്തത്തില് അഭിമാനമായിക്കൊണ്ട് ഒരു ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള NR രാംനാഥ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. സോ 628 ആണ് ഔട്ട് ഓഫ് 720 രാംനാഥ് കരസ്ഥമാക്കിയിരിക്കുന്നത്. കേരളയില് 4th റാങ്ക് ആണ് രാംനാഥ് അച്ചീവ് ചെയ്തിരിക്കുന്നത്. സോ ഓൾ ഇന്ത്യ റാങ്ക് എന്താണെന്നും അതുപോലെ ബാക്കിയില്ല, ഇന്ന് വിക്ടറി ഡേ കൂടിയാണ്. യെസ്, നമുക്ക് എല്ലാവരും വെയിറ്റ് ചെയ്ത, ആക്ച്വലി ഇത്രയും ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒരാളെ സംബന്ധിച്ച് വിക്ടറി ഡേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പാരന്റ്സിനും വളരെ പ്രൗഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. സോ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ രാമനാഥിനോട് ചോദിച്ചറിയാം. ഹായ് രാമനാഥ്. ഹലോ, എന്റെ പേര് രാമനാഥ്. എനിക്ക് ഈ വർഷത്തെ നീറ്റ് എക്സാമില് ഓൾ ഇന്ത്യ റാങ്ക് 274 ആയിരുന്നു. അപ്പം ഇന്ന് ബ്രില്ലിന്റെ നീറ്റിന്റെ വിക്ടറി ഡേ ആയിരുന്നു. എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ടായിരുന്നു ഈ വിക്ടറി ഡേയുടെ ഭാഗമാകാൻ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു റാങ്ക് കിട്ടുമെന്നും ഈ വേദിയിലൊക്കെ വരാൻ സാധിക്കുമെന്നും. ഞങ്ങൾക്ക് സുരേഷ് ഗോപി സാറാണ് പ്രൈസ് തന്നത്. എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ടായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷം. ഞാൻ ബ്രില്യന്റ് ആദ്യമായിട്ട് വരുമ്പം എനിക്കാണെങ്കിൽ അത്ര നല്ല റാങ്കും മാർക്കും ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ പയ്യെ മിസ്റ്റേക്സ് എല്ലാം റെക്ടിഫൈ ചെയ്താണ് ഇങ്ങനെ അവസാനം ഈ ഒരു സ്കോറിലോട്ട് എത്തിയത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ. സോ നമ്മൾ ഇപ്പോൾ പഠിത്തത്തിനെ കുറിച്ച് സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിരുന്നു തുടക്കത്തിൽ കുറച്ച് ഡിഫിക്കൽട്ടി ആയിരുന്നു എന്നുള്ളത്. പക്ഷേ എത്രാം ക്ലാസ് തൊട്ടിട്ടാണ് ഈ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തത് രാമനാഥ്? എന്റെ ചേട്ടൻ ആക്ച്വലി ഫൗണ്ടേഷന് 9 ചേർന്നായിരുന്നു. ഓക്കെ, ബ്രില്യന്റിലെ തന്നെ ഫൗണ്ടേഷൻ 9 ചേർന്നായിരുന്നു. അപ്പം എന്റെ അമ്മ എന്നെയും കൂടെ വിട്ടായിരുന്നു, ചേട്ടൻ ഒരു കൂട്ടായിട്ട്. ഞാൻ 6th 7th 8th ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും അത്ര ക്ലാസ്സസ് ഒക്കെ കേൾക്കുമായിരുന്നു, പക്ഷെ അങ്ങനെ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ലായിരുന്നു. പിന്നെ 9th 10th ഞാൻ നല്ല രീതിയിൽ അത്യാവശ്യം പഠിച്ചു. കാരണം 9th 10th 11th 12th ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്. അപ്പം എനിക്ക് 9th 10th പഠിച്ചത് ഭയങ്കര അധികം നല്ലതായിട്ടും തോന്നി. കാരണം 6th 7th 8th ആക്ച്വലി പിന്നാണ് എനിക്ക് മനസ്സിലായത് 9th 10th ഒരു ബേസ് ആയിരുന്നു. അപ്പം പിന്നെ 9th 10th പഠിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് ആക്ച്വലി ഒരു 11th 12th നമുക്കൊരു സപ്പോർട്ടീവ് ആണ്. നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാകും. സോ 6th തൊട്ടേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. യെസ്, അപ്പൊ നമുക്ക് 12th കഴിഞ്ഞ ഉടനെ തന്നെ ഇത്രയും ടോപ്പ് മാർക്ക് വാങ്ങിച്ച് നമ്മൾ ക്വാളിഫൈ ചെയ്തു. ഇതിനും നല്ലൊരു വിജയം ഏതാണ് ഉള്ളത് അല്ലെ? കാരണം എല്ലാവരും റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെയാണ് ട്രൈ ചെയ്യുന്നത്. ഇത് നമ്മൾ +2 ഒപ്പം തന്നെ അത് സാധിച്ചെടുക്കാമെന്നത് ചില്ലറ കാര്യമല്ല. സോ എങ്ങനെയുണ്ടായിരുന്നു മോൻ? എവിടെയാണ് പഠിച്ചത് എന്നുള്ളതൊന്ന് ജസ്റ്റ് രാംനാഥ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാനാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 10th സ്റ്റാൻഡേർഡ് വരെ കേന്ദ്രീയ വിദ്യാലയ അടൂരിലായിരുന്നു. ആലപ്പുഴയിലാണ്. ഞാൻ എന്റെ വീട് ആലപ്പുഴ ചാരിമൂടിലാണ്. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 10th സ്റ്റാൻഡേർഡ് വരെ KV അടൂരിലായിരുന്നു പഠിച്ചത്. പിന്നെ ബ്രില്യന്റ് സ്ക്രീനിങ് ടെസ്റ്റ് എഴുതി 11th 12th ഞാൻ KE മാന്നാനത്ത് ജോയിൻ ചെയ്തു. ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഫാദർ മുല്ലശ്ശേരി അച്ഛനായിരുന്നു. അവിടെ തന്നെ ബ്രില്യന്റ് കോച്ചിങ് ഉണ്ടായിരുന്നു, റെസിഡൻഷ്യൽ ബാച്ച് ഉണ്ടായിരുന്നു ബ്രില്യന്റ് തന്നെ. അതിലായിരുന്നു ഞാൻ പഠിച്ചത്. സോ 12th ഒപ്പം തന്നെ പഠിച്ചു പറഞ്ഞു. അപ്പൊ വീടിന്ന് മാറി നിന്നിട്ടാണല്ലോ പഠിക്കുന്നത്. ഇപ്പൊ നമ്മുടെ എയിം ഇതാണ്, എന്തായാലും ചെറുപ്പം തൊട്ടുള്ള ഡ്രീം ആയിരിക്കും ഡോക്ടർ ആവണം എന്നുള്ളത് അല്ലെ? സോ അപ്പൊ ആ ഒരു ഡ്രീമിന് വേണ്ടി വീട്ടിൽ നിന്ന് മാറി നിന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ബോർഡിങ്ങിലൊക്കെ നിന്ന് പഠിക്കുമ്പോൾ എന്തായിരുന്നു ഫീലിങ്സ്? അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്സ് ഉണ്ടായിരുന്നു? അതോ ഫ്രണ്ട്സും അതുപോലെ ആ ഒരു ക്ലാസ്, ആ ഒരു അറ്റ്മോസ്ഫിയർ, അതുപോലെ നമ്മുടെ ബ്രില്യന്റിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സപ്പോർട്ട് എത്രത്തോളം അതൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നു? ഞാൻ ഹൈലി ഹോം സിക്ക് ആയിരുന്നു. എനിക്ക് ആദ്യമേയൊക്കെ ഹോസ്റ്റലിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം അച്ഛനും അമ്മയും വീക്കിലി കാണാൻ വരുമായിരുന്നു, എല്ലാ വീക്കിലും കാണാൻ വരുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പയ്യെ അഡാപ്റ്റ് ആയി തുടങ്ങി. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഫ്രണ്ട്സ് ഉള്ള കാരണം എനിക്ക് അങ്ങനെ പിന്നെ ഹോം സിക്നെസ് ഒക്കെ അങ്ങനെ മാറിപ്പോയി. പിന്നെ ഫുള്ള് പഠിത്തത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ ആ ഒരു അറ്റ്മോസ്ഫിയർ സപ്പോർട്ടീവ് ആയിരുന്നു. ഈ ഒരു വിജയത്തിലേക്ക് ഒരു ബിഗ് പാർട്ട് എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു അല്ലെ? യെസ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ അനിയനെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. MBBS 4th ഇയർ സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് ചേട്ടനോടും കൂടി കുറച്ച് വിശേഷങ്ങൾ ചോദിച്ചറിയാം. പേരൊന്നും പറയാം. പേര് കൃഷ്ണനാഥ് NR. ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കരൂരില് 4th ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. ഇവിടുത്തെ ഫോർമർ സ്റ്റുഡന്റ് ആയിരുന്നു. അതെ 2019-21 ബാച്ചിലായിരുന്നു മാന്നാനത്ത്. അതെ അല്ലേ? അപ്പോ ഫൗണ്ടേഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ? 9th 10th പഠിച്ചിരുന്നു. സോ അനിയനെ ഈ ഒരു കോഴ്സിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ചേട്ടന് പൂർണ്ണ സമ്മതമായിരിക്കും. കാരണം ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എന്താണ് മനസ്സിലാക്കിയത്? ഓക്കെ, അനിയനെ അവിടേക്ക് വിടാം, ഓക്കെ ആയിരിക്കും, അവൻ എന്തായാലും നല്ലൊരു ഇത്രയും മാർക്ക് കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? അതെ, വളരെ നന്നായിട്ട് കൊച്ചിലെ മുതൽ പഠിക്കുന്നതാണ്. അതിന്റേതായിട്ടുള്ള ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലോണം പഠിക്കായിരുന്നു കൊച്ചിൽ തന്നെ. രണ്ട് ഗ്രേറ്റ് ഡോക്ടേഴ്സ് അല്ലെ?
പാരന്റ്സിന് ഇതിനും കൂടുതൽ പ്രൗഡ് ആവാനുള്ള വേറൊരു മൊമെന്റ് ഇല്ല. സോ നമ്മളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഒരു നല്ലൊരു കരിയർ അച്ചീവ് ചെയ്യാനും അതുപോലെ നല്ലൊരു ഫാമിലി ബിൽഡപ്പ് ചെയ്തെടുക്കാനുമാണ്. സോ അതിന് എന്തായാലും രണ്ട് മക്കളും നിങ്ങളെ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ സാർ ഒന്ന് പറയൂ, എന്താണ് ഷെയർ ചെയ്യാനുള്ളത് ഒന്ന് പറയൂ. എൻ്റെ ചെറുപ്പത്തിലുള്ള ഒരു മോഹമായിരുന്നു അതെനിക്ക് സാധിക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ എൻ്റെ മക്കൾക്ക് കൂടെ സാധിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. എൻ്റെ അച്ഛനും വലിയ ആഗ്രഹമാണ്. ഞാനത് എൻ്റെ മക്കൾ പഠിക്കാൻ വളരെ മിടുക്കരായിരുന്നു രണ്ടുപേരും. അപ്പോൾ എനിക്ക് ഒന്ന് ചെറിയ രീതിയിൽ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അവർ പഠിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ പേരൻസ് ചെയ്തത്. ഞാൻ പിന്നെ ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്നു, മാത്തമാറ്റിക്സ് ആയിരുന്നു. ഞാൻ റിട്ടയർ ചെയ്തു. ഒരു വർഷം കഴിഞ്ഞ മെയ് 31 റിട്ടയർ ചെയ്തു. ഇപ്പൊ ഞാൻ ബ്രില്യന്റ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ബ്രില്യന്റ് കൊല്ലം സെന്ററിൽ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ അല്ലേ? ഫാമിലിയാണ്. മാം ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്? അതിന്റെ പേരൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് രാജശ്രീ. ഞാൻ കൃഷി വകുപ്പില് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഭരണിക്കാവ് ബ്ലോക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ബ്രില്യന്റിനോടുള്ള ഒരു അടുപ്പം 2021 തൊട്ട്, 21 അല്ല അതിന് മുൻപേ തൊട്ട് തന്നെ ഉണ്ട്. ബ്രില്യന്റിനെ അറിഞ്ഞത് വളരെ യാദൃച്ഛികമായിട്ട്. ശരിക്കും എൻ്റെ സിസ്റ്ററിന്റെ ഒരു ഫ്രണ്ട്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, സിനി ടീച്ചറാണ് ഇതിന് ഒരു വഴി ഒരുക്കി തന്നത്. അപ്പൊ ടീച്ചറിന്റെ മോള് ഇവിടെ പിന്നെ ഫൗണ്ടേഷന് പഠിക്കുന്നുണ്ടായിരുന്നു. മോൾ ഇപ്പൊ കോയമ്പത്തൂര് എനിക്ക് തോന്നുന്നു കോഴ്സ് കഴിഞ്ഞു. അപ്പൊ ടീച്ചർ പറഞ്ഞാണ് ഇങ്ങനെ ഫൗണ്ടേഷൻ ഉണ്ടെന്ന് അറിയുന്നതും എൻ്റെ മൂത്ത മോനെ ഞാൻ 9th സ്റ്റാൻഡേർഡിൽ അവിടെ ആക്കുന്നതും. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് 6th സ്റ്റാൻഡേർഡ് മുതൽ ഇങ്ങനെ നമുക്ക് ഈ ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടെന്നറിയുന്നത്. അപ്പൊ ഞാൻ കൊച്ചുമോനെ കൂടി അവിടെ ചേർത്തു. അപ്പൊ അങ്ങനെ ചങ്ങനാശ്ശേരി സെന്ററിലായിരുന്നു അവർ പഠിച്ചിരുന്നത്. അവിടെ പ്രദീപ് സാർ ആയിരുന്നു അവരുടെ ക്ലാസ് ടീച്ചർ. ഈ ഒരു സപ്പോർട്ടായിരുന്നു പ്രദീപ് സാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. കാരണം വീക്ക്ലി 2 ദിവസം വീക്കെൻഡിലായിരുന്നു അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പൊ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാനും എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാനും നമ്മൾ പേരൻസിനെ വിളിച്ചറിയിക്കുന്നതിലും ഒക്കെ പ്രദീപ് സാർ വലിയൊരു ഹെൽപ്പായിരുന്നു. അങ്ങനെ അവിടെ ഫൗണ്ടേഷന് പഠിച്ചു കഴിഞ്ഞിട്ട് രണ്ടുപേരും ഇതേപോലെ മൂത്ത മോനും ഇതുപോലെ സ്ക്രീനിങ് ടെസ്റ്റ് പാസ്സായിട്ട് KE മാന്നാനത്ത് ചേർന്നു. ഇപ്പൊ രാംനാഥും അതേപോലെ തന്നെ. KEയിലായാലും ശരി, അവിടുത്തെ പ്രിൻസിപ്പല് അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. മുല്ലശ്ശേരി അച്ഛന്റെ വലിയൊരു സപ്പോർട്ട്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെയുള്ള ടീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് എല്ലാം ഹാൻഡിൽ ചെയ്യും. അതോടൊപ്പം തന്നെ ബ്രില്യൻ ഫാമിലിയും കൂടെ ഉണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ശരിക്കും എൻ്റെ 2 മക്കൾക്കും ഈ +2 പഠനത്തോടൊപ്പം തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ അതിന് ബ്രില്യൻ ഫാമിലിയോട്, ബ്രില്യൻറ്റിലെ ടോപ്പ് ഫാക്കൽറ്റീസ്, ഇവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതോടൊപ്പം തന്നെ KE സ്കൂളിന്റെ മുല്ലശ്ശേരി അച്ഛനോടും അതേപോലെ ഒരുപാട് നന്ദിയുണ്ട്. സത്യം പറഞ്ഞ സുരേഷ് ഗോപി സർ ആണ് പ്രൈസ് തന്നതെന്ന് പറഞ്ഞു. അതുപോലെ 5 lakh rupees ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇനി മുന്നോട്ടുള്ള പഠനത്തിലും അത് ഉപകാരപ്പെടും. അപ്പൊ ഇനിയും ഹയർ സ്റ്റഡീസിലേക്ക് പോകുമ്പോൾ ഇതുപോലുള്ള അച്ചീവ്മെന്റ്സ് ഇനിയും രാംനാഥിനെ തേടി വരട്ടെ. സോ ഈ ഒരു മൊമെന്റ് ഇനി ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറക്കുമോ? ഒരിക്കലും ഇല്ല, ഞാൻ ഈ മൊമെന്റ് ഒരിക്കലും മറക്കില്ല. കാരണം ഞാൻ ഇങ്ങനെയുള്ള വിശിഷ്ടാദികളെ അങ്ങനെ അത്ര കണ്ടിട്ടൊന്നും ഇല്ല നേരിട്ട്. അപ്പം ഇതൊരിക്കലും ഞാൻ മറക്കില്ല. യെസ്. സോ നിങ്ങളെല്ലാവർക്കും ഉള്ള ഒരു ഗ്രേറ്റ് മോട്ടിവേഷൻ ആണ്. രാംനാഥ് ആണെങ്കിലും രാംനാഥിന്റെ ബ്രദർ ആണെങ്കിലും ഇവര് ചെറുപ്പം തൊട്ടേ, ആക്ച്വലി 6th സ്റ്റാൻഡേർഡ് തൊട്ടേ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്ത് ബ്രില്യന്റിനോടൊപ്പം ചേർന്നത് +2 കഴിഞ്ഞ് കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന അത്രയും വലിയൊരു വിജയം സാധ്യമാക്കിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇനിയും പറഞ്ഞ പോലെ തന്നെ എല്ലാവിധ വിജയങ്ങളും ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. അതുപോലെ ബ്രില്യൻ ഫാമിലി എപ്പോഴും, സാറ് ഓൾറെഡി ബ്രില്യൻ ഫാമിലിയിലെ ഒരു അംഗമാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഒപ്പം ഉണ്ടാവും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.